ഇസ്രായേൽ ഇപ്പോൾ ഇറാനിലെ ജനതയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ തീവ്രവാദങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളാം, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് ഒരു ഉറച്ച പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനതയ്ക്കും രക്ഷകനായി മാറുകയാണ്. ഇസ്രായേലി ജനതയ്ക്ക് പുറമേ നേരത്തെ തന്നെ ഈ ഗാസയിലെയും ലെബനനിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നത് അദ്ദേഹം അവിടുത്തെ തീവ്രവാദത്തെയാണ് തുടച്ചു നീക്കുന്നത്, അല്ലാതെ അവിടുത്തെ ജനതയെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇറാൻ ജനതയ്ക്ക് ഒരു സമ്പൂർണ്ണമായൊരു പിന്തുണയാണ് ഇപ്പോൾ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ധന്യ കരുതുന്നത്? തീർച്ചയായിട്ടും ഈ ഇറാനൊപ്പം ഇറാനിലെ തീവ്രവാദ വാഴ്ച ഇല്ലാതാക്കും എന്നാണ് നെതന്യാഹു ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ സായുധ തീവ്രവാദ സംഘങ്ങളാണ് ഹമാസും ഹിസ്ബുള്ളയും ഇവരുമൊക്കെ. അപ്പോൾ ഈ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കി അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക. അപ്പം നെതന്യാഹുവിൻ്റെ ഒരു വലിയ മനസ്സുകൂടി നമ്മളവിടെ കാണേണ്ടതാണ്. കാരണം തങ്ങളുടെ ജനങ്ങളെ ഒരു ദിവസവും മനസ്സമാധാനം കൊടുക്കാതെ കിടന്നുറങ്ങാൻ അനുവദിക്കാത്തവരെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാന് മാത്രമല്ല ഈ സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തോട്, അതായത് ലോകത്ത് പല നമ്മുടെ നാട്ടിലുള്ളവർ പോലും ഇസ്രായേലിനെതിരെ പറയാറുണ്ട്. പാലസ്തീനിലും ഗാസയിലും ലെബനനിലൊക്കെ കൊല്ലപ്പെടുന്ന മറ്റ് ആൾക്കാർ, സാധാരണ സിവിലിയൻസിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ലോകത്തോടാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ തീവ്രവാദത്തെ തുടച്ചു നീക്കും, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷ ഒരുക്കുമെന്ന്. അതിലപ്പുറം ഒരു കാര്യം കൂടെയുണ്ട്. തീവ്രവാദികൾക്കാണ് ഞങ്ങളെതിരെ, സാധാരണ ജനങ്ങൾക്കല്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടു, സിറിയയിലും ഇറാനിലും ലെബനിലും ഒക്കെ സ്ത്രീകൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നു, പുരുഷന്മാർ ആഘോഷങ്ങൾ നടത്തുന്നു. ഈ ഹമാസ് തലവൻ ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട് അനുഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടി ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇറാൻ തന്നെ ഈ തീവ്രവാദികളെ തുറന്നു വിടുമ്പോൾ ഇറാന്റെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഒരു ശത്രുവായി കാണുന്ന ഒരു രാജ്യമാണ് പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളുടെ ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സേനകളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളെ അല്ല ഞങ്ങളുടെ ലക്ഷ്യം, അവിടുത്തെ തീവ്രവാദ വാഴ്ചയാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെയല്ലേ നമ്മൾ ഇതിനെ കാണേണ്ടത്? അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. അതിനകത്ത് കുറച്ചുകൂടെ വ്യക്തത ഞാൻ വരുത്താം. അതായത് നെതന്യാഹു ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടു, ഇന്നലെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്രായേൽ പൗരന്മാരുടെ, അത് ജൂതന്മാർ മാത്രമല്ല, അവിടെ ഇപ്പോൾ പോയി ജോലി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരവിടെ ഉണ്ട്, ഇവരുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും, ഇസ്രായേൽ ഭരണകൂടം പോകും എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമായി അദ്ദേഹം പറയുന്നു ആ വീഡിയോയിൽ. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഈ ഇറാനിയൻ സർക്കാരിൻ്റെ ഭാവി എന്താകും എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമായിട്ട് നിറവേറ്റും, അതുകൊണ്ട് തന്നെ ഇറാനിയൻ സർക്കാരിൻ്റെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല, അത് ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല. ഞങ്ങൾ വാസ്തവത്തിൽ ഈ ഒരു ചെറിയ വിഭാഗം പൗരോഹിത്യ ഭരണകൂടം, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, തിയോക്രാറ്റുകൾക്കെതിരെ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതായത് ഒരു പൗരോഹിത്യ നേതൃത്വത്തിലുള്ള ഭരണകൂടം, അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ ഫൈറ്റ്. അത് ഇറാൻ ജനതയെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളെയും അടിച്ചമർത്താനും കാൽക്കീഴിൽ കൊണ്ടുവരാനും ഒരു മതപൗരോഹിത്യത്തിൻ്റെ, മതപുരോഹിതന്മാരുടെ നിയന്ത്രണത്തിൽ രാജ്യത്തിൻ്റെ ഭരണം നിലനിർത്താനുമുള്ള ശ്രമത്തിനെതിരാണ് ഞങ്ങൾ. അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. ആ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ഈ മേൽക്കോയ്മ അംഗീകരിക്കാനും അനുവദിക്കാനും സാധിക്കില്ല. ഇതാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. എന്നിട്ട് അദ്ദേഹം ഇറാൻ ജനതയോട് പറയുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളല്ല, നിങ്ങളുടെ നമുക്ക് ഭാവിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമുക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ടാവും, അതിനെയെല്ലാം തച്ച് തകർക്കുന്ന ഒരു ഭരണകൂടമാണ് നിലവിൽ ഇറാനിലുള്ളത്. അതവർ വളരെ ക്രൂരമായി മാരകമായി അവരത് അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഇറാൻ ജനതയ്ക്ക് മേൽ. അപ്പോൾ അങ്ങനെ അവരുടെ പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. പക്ഷെ സത്യത്തിൽ നിങ്ങൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു മികച്ച ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകണം, അതിന് നിങ്ങൾ അർഹരാണ്, നിങ്ങൾ യോഗ്യരാണ്, കാരണം നിങ്ങൾ നിരപരാധികളാണ്. ഇത് നെതന്യാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇസ്രയേൽ
സമാധാനം കാക്ഷിക്കുന്ന ആ ഇറാൻ പൗരന്മാരെ ഒരിക്കലും ഉപദ്രവിക്കില്ല. അത് നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല. ഈ ഇറാൻ ജനതയ്ക്കൊപ്പമാണ് ഇസ്രായേൽ ഭരണകൂടം. ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഒപ്പം ഞങ്ങൾ ഈ നിരപരാധികളായ ഇറാൻ പൗരന്മാരുടെ സംരക്ഷണത്തിനും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഒരു ആ സന്ദേശത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയില്ല. അതായത് ഇറാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നതെങ്കിലും അവിടുത്തെ അധികാരം മുഴുവൻ പരമോന്നതമായ മത ആചാര്യനാണ്. അവിടുത്തെ ആയത്തുള്ള അലി ഖമേനിക്കാണ് അവിടുത്തെ ഇപ്പോഴത്തെ എല്ലാ അധികാരവും ആ നേതാവാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് പോകുന്നത്. ഇത്തരത്തിൽ ഇസ്രായേൽ ഇറാനിലേക്ക് ഇടപെട്ടാൽ സ്വാഭാവികമായും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ടാകും. ഇപ്പോൾ വളരെ കുറച്ചു പേരായിരിക്കും ഈ മത ആചാര്യൻ അല്ലെങ്കിൽ മതങ്ങൾ അടിച്ചമർത്തുന്ന ഈ ആളുകൾക്കൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് കഴിയുമ്പോൾ ആ രാജ്യം കൂടി ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അവിടുത്തെ ജനങ്ങളെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. ഇതെപ്പോഴും ഒരു മത ഭരണകൂടമാണ്, പുരോഹിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം പല അറബ് രാജ്യങ്ങളിൽ എടുത്താലും ഒരു പുരോഹിതന്മാരുടെ പൗരോഹിത്യത്തിനൊരു മേൽക്കോയ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ സൗദി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ വളരെയധികം മത നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തിൽ വലിയ തോതിൽ തന്നെ ചോദിച്ചോട് ബന്ധപ്പെടുത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ തന്നെ ചോദിച്ചത് ആ ഇറാനിലേക്ക് ഭരണകൂടപരമായിട്ട് ഈ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുമോ എന്ന അർത്ഥത്തിലല്ലേ ചോദിച്ചത്? ഒരിക്കലും ഇസ്രായേൽ അങ്ങനെ നടത്തുമെന്ന് തോന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് തീവ്രവാദത്തിൽ നിന്നൊരു മുക്തി കൊടുക്കാം എന്നൊരു ഓഫറാണ്. ഇപ്പൊ നേരത്തെ തീവ്രവാദത്തിനൊരു മുക്തി എന്ന് പറയുമ്പോൾ ഈ തീവ്രവാദത്തിന്റെ ആശയം ഇല്ലാതാക്കുക എന്നുള്ളതല്ലേ നമ്മൾ ആദ്യം അടിത്തട്ടിൽ നിന്ന് ചെയ്യേണ്ടത്? അല്ല, ആശയം ഇല്ലാതാക്കുന്നതിന് മുമ്പ് ആദ്യം ആ തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്. അവരെ അടിച്ചമർത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനുമാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ നീക്കം, ആദ്യത്തെ ശ്രമം. അതിലവർ ഏതാണ്ടൊക്കെ വിജയിച്ചു വരുന്നുണ്ട്. അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ വിജയം പതുക്കെ അടുത്തത് ആ തീവ്രവാദ ആശയങ്ങളിലേക്ക്, ഈ തീവ്രവാദം എവിടുന്നാണോ പൊട്ടിമുളയ്ക്കുന്നത് ആ പൊട്ടിമുളയ്ക്കുന്ന കാരണത്തിലേക്ക് ചെല്ലും. ആ കാരണത്തെ അവരില്ലായ്മ ചെയ്യും. അത് ഏത് ഭരണകൂടവും തന്ത്രപരമായ നീക്കം അതിന് നടത്തും. ഇസ്രായേലും അത് ചെയ്യും, സ്വാഭാവികം. അതിലുപരി ഇപ്പോൾ ആ കാരണത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വീണ്ടും ആ പ്രവർത്തനങ്ങൾ പരിപോഷിക്കാനുള്ള അവസരം ഇല്ലാതാക്കുക, സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും. അത് ഏതൊരു സാഹചര്യമാണോ തീവ്രവാദത്തെ വളർത്തുന്നത് ആ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. കൂടാതെ ഈ ഇറാൻ ജനതയുടെ പുറത്ത് ഇസ്രായേൽ ഒരു ഭരണം കൊണ്ടുവരികയോ ഇസ്രായേൽ അവരെ ഭരിക്കാൻ ശ്രമിക്കുകയൊന്നും ആയിരിക്കില്ല. പകരം അവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പുതിയ ഭരണകൂടം, അതായത് ഈ നേതാവാണ് അവിടെ ഭരിക്കുന്നത്, അതൊരു പക്ഷേ ഇല്ലാതാക്കിയിട്ട് അവരുടെ മതത്തെ ഒന്നും ഇസ്രായേൽ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഒരു ഭരണകൂടം, ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണകൂടം, പൊതുവേ അറബ് രാജ്യങ്ങളിലെല്ലാം നിൽക്കുന്ന തരത്തിലുള്ള അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരാൻ ഇസ്രായേൽ പരിശ്രമിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ഇത് നൽകുന്നു. കൃത്യമായ ഒരു മുന്നറിയിപ്പുണ്ട് അതിനകത്ത്, കൃത്യമായ ഒരു താക്കീതുണ്ട്. അതായത് കളിക്കണ്ട, കളിച്ചാൽ ഞങ്ങൾ വിടില്ല, നിങ്ങൾ ഈ ഇറാൻ ജനതയോട് ഞങ്ങൾക്ക് വിരോധമോ അവരോട് ഞങ്ങൾക്ക് വിദ്വേഷമോ ഒന്നുമില്ല, അവരെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പക്ഷേ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ചെറിയ വിഭാഗത്തെ ഞങ്ങൾ ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് കൃത്യമായൊരു സന്ദേശം നെതന്യാഹുവിൻ്റെ വാക്കുകളിലും. പക്ഷെ നെതന്യാഹുവിൻ്റെ ആ സന്ദേശം ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അല്ലേ? കാരണം പ്രത്യേകിച്ച് ഇറാന്റെ സായുധ സേനകളെ, തീവ്രവാദ ശക്തികളായ സായുധ സേനകളെ വിട്ടുകൊണ്ട് ജനങ്ങളുടെ ഒരു നന്മ പോലും ആഗ്രഹിക്കാതെ തീവ്രവാദത്തെ വളർത്താനായി ശ്രമിക്കുന്ന കുറേ പേരെ അടിച്ചമർത്താനാണ് നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ശത്രു അല്ലെങ്കിൽ ആ ലെവലിൽ നിൽക്കുന്നവരോട് പറയാണ്, എനിക്ക് അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്കോ നിങ്ങളുടെ രാജ്യത്തിനോ എതിർപ്പില്ല, ശത്രുതയില്ല.
അവിടെ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നവരോടാണ് ഞങ്ങളുടെ ശത്രുത എന്ന് പറയുമ്പോൾ ഈ നിലപാട് തന്നെയാണ് ഇന്ത്യയും സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും POK-യില് പാകിസ്ഥാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ പറയാണ് നിങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തും. ഇന്ത്യയിലോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പൊ അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നതാണ് ഇന്ത്യ പറയുന്നത്. അതേ നിലപാട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ നെതന്യാഹുവും മോദിയൊക്കെ ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. രണ്ട് വലിയ ശക്തികൾ ഒരേ രീതിയിൽ പോകുന്ന, ഒരേ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അത് ഭീകരവാദത്തിന്റെ ഇരകളാക്കപ്പെട്ടവർക്ക് എപ്പോഴും അതിൽ നിന്നും മോചനം അവരാഗ്രഹിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭീകരവാദത്തിന് ഇരയായവർക്കെല്ലാം ഒരേ സ്വരമായിരിക്കും, അവർക്ക് ഒരേ പദ്ധതികളായിരിക്കും, അവർക്ക് ഒരേ ലക്ഷ്യമായിരിക്കും, ഭീകരവാദത്തെ അമർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നേരെ, നമ്മുടെ രാജ്യത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായാൽ നമ്മളും എന്ത് ചെയ്യും? ഇതേ മാർഗം തന്നെ നമ്മളും സ്വീകരിക്കും. അമർച്ച ചെയ്യുക എന്ന വാക്കിലുപരി ഭീകരവാദത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഈ ഭരണാധികാരികൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.